നമസ്കാരം. മലയാള വാർത്തയിലേക്ക് സ്വാഗതം. ആഴക്കടൽ നീന്തി കീഴടക്കി ഭിന്നശേഷിക്കാരൻ ഷാജി അതിസാഹസിക നീന്തൽ പ്രകടനം. തിരയൊഴിഞ്ഞ മുഴപ്പിലങ്ങാട് കടലിനെയും കടലിന് സമാന്തരമായി കടപ്പുറത്ത് തടിച്ചുകൂടിയ ജനസാഗരത്തെയും സാക്ഷി നിർത്തി ഭിന്നശേഷിക്കാരനായ ഷാജി നടത്തിയ സാഹസിക നീന്തൽ പ്രകടനം കാഴ്ചക്കാർക്ക് പുതിയ അനുഭവമായി മാറി. കായിക മത്സരങ്ങളിൽ ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, ലഹരി ഉപയോഗങ്ങൾക്കെതിരായ സന്ദേശം പകർന്നു നൽകുക, നീന്തലിന്റെ ആരോഗ്യപരമായ നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കുക, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലും ജീവിതവും സംരക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളെ മുൻനിർത്തി കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, ആസ്റ്റർ വളണ്ടിയേഴ്സ് എന്നിവർ ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുഴപ്പിലങ്ങാട് വില്ലേജ് ഓഫീസിലെ ജീവനക്കാരനായിട്ടുള്ള ശ്രീ ഷാജി, അദ്ദേഹം വളരെ വലിയൊരു സന്ദേശം പങ്കുവച്ചുകൊണ്ടാണ് ഈ കടലിലെ നീന്തൽ പ്രദർശനം നടത്തുന്നത്. മയക്കുമരുന്നിൻ്റെ അമിത ഉപയോഗം തടയുക, കുട്ടികളിൽ നീന്തൽ ഒരു നല്ല വ്യായാമമുറയായിട്ട് ശീലിക്കുക. അദ്ദേഹം ജനിച്ചപ്പോൾ ഭിന്നശേഷിക്കാനായിരുന്നില്ല, പിന്നീടൊരു അപകടത്തിൽപ്പെട്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം ഒരുപാട് അതിജീവിച്ചു. അദ്ദേഹത്തിൻ്റെ വലത് കരമാണ് നഷ്ടപ്പെട്ടത്. ഇടത് കൈകൾ കൊണ്ട് ഓഫീസിലെ ജോലികൾ വളരെ ഭംഗിയായി നിർവഹിക്കും. അതുപോലെ തന്നെ ഈ കടലിൽ അദ്ദേഹം മത്സ്യം പിടിച്ച് അദ്ദേഹത്തിൻ്റെ ഉപജീവനം നേടുകയും എല്ലാ ഭിന്നശേഷിക്കാർക്കും മാതൃകയായിട്ടുള്ള കായിക മത്സരങ്ങളായ മാരത്തോൺ ഉൾപ്പെടെ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിന് വേണ്ടിയിട്ട് ഈ വിളംബരം ആർസിമെൻസും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളും, പ്രത്യേകിച്ച് പിന്നെ കോസ്റ്റൽ പോലീസിൻ്റെ ഗാർഡുകളും എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിന് ഒരു പ്രോത്സാഹനം തന്നിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും വലിയൊരു സന്ദേശമാണ് നമ്മുടെ നാടിന് നൽകുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരനും ഭിന്നശേഷിക്കാരനുമായ ഷാജിയും അത്ലറ്റ് മറിയ ജോസഫ് സംഘവുമാണ് നീന്തലിന് ഇറങ്ങിയത്.